പ്രൈസ് ദി ലോർഡ്. എല്ലാ ആത്മീയ മക്കൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു പുതിയ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 15 തൊട്ട് 33 വരെയുള്ള വാക്യം. മത്തായിയുടെ സുവിശേഷം 22 അധ്യായം 15 തൊട്ട് 33 വരെയുള്ള വാക്യത്തെ നമ്മൾ അടിസ്ഥാനമായി ചിന്തിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് എന്താ? ആത്മീയമായ അതായത് യേശുക്രിസ്തുവിനോട് യെരുശലേമിൽ ചെന്ന സമയത്ത് അവിടുത്തെ പരീശന്മാരും ശാസ്ത്രികളും വളരെ കഠിനമായ ചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. വളരെ തർക്കങ്ങൾ നടന്നു. ആ തർക്കങ്ങൾക്കകത്ത് യേശുക്രിസ്തു എന്താണ് അതിൻ്റെ അകത്ത് യേശുക്രിസ്തു പറയുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. പരീശന്മാരും ശാസ്ത്രികളും ഉണ്ടല്ലോ, യേശുക്രിസ്തുവിന് ഏതെങ്കിലും രീതിയിൽ ഒരു കഠിന പ്രശ്നം ചോദിച്ച് അത് ഉത്തരം മുട്ടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതുപോലെ വളരെ ബുദ്ധിപൂർവ്വം കുക്കഡ് ബ്രെയിൻ ഉപയോഗിച്ച് അവരോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യേശുക്രിസ്തു എന്നെ ഉണ്ടല്ലോ ജനങ്ങൾക്കെതിരായിട്ടും അത് റോമി സാമ്രാജ്യത്തിനെതിരായിട്ടും ആക്കി തീർക്കുവാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ രണ്ട് മെയിൻ പ്രശ്നങ്ങൾ വന്നത്. ഒന്ന്, കേസർ എന്ന് പറയുന്നത് ഈ അവിടുത്തെ രാജാവാണ്. ആ രാജാവിന് കരം കൊടുക്കണോ കൊടുക്കണ്ട എന്നുള്ള വിഷയമാണ്. അത് കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന്. പുനരുത്ഥാനത്തിനെ പറ്റി, സത്യത്തെപ്പറ്റി, റിസറക്ഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. ഈ രണ്ട് കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമുക്ക് 15 വചനം തൊട്ട് 22 വചനത്തിൽ നമ്മൾ പരീശന്മാർ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്നത് ഈ പ്രകാരമാണ്: കേസറിന് കരം കൊടുക്കണോ എന്നാൽ ശരിയാണോ ഇല്ലയോ എന്ന്. യേശുക്രിസ്തു ആ സമയത്ത് അവിടെ പറയുന്നു, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകരോടുള്ള വൈരാഗ്യം കൂട്ടും. അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ സാമ്രാജ്യത്തിനെതിരായിട്ടായിത്തീരും. അപ്പോൾ ചുരുക്കം പറഞ്ഞ് യേശുക്രിസ്തു അവിടെ പറഞ്ഞത്, കേസറിനും കൊടുക്കുക, യഹോവയ്ക്കുള്ളത് യഹോവയ്ക്കും കൊടുക്കുക എന്ന് പറയും. അവിടെ വെച്ച് ബുദ്ധിപൂർവ്വം യേശുക്രിസ്തു അവിടെ മറുപടി കൊടുക്കുന്നത്. അപ്പം നമ്മളെ അതുപോലെ യഹോവ ബുദ്ധിപൂർവ്വം മറുപടി കൊടുക്കാനായിട്ട്, നമ്മളെ ആക്കി തീർക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം യേശുക്രിസ്തു അവിടുത്തെ ജനങ്ങളുടെ കർത്തവ്യം നിർവഹിക്കാനായിട്ട് അവിടെ സംസാരിക്കുന്നത്. അതോടൊപ്പം തന്നെ യഹോവയെ ഏറ്റവും മുൻപിൽ നിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, രണ്ട് കാര്യങ്ങളും മാനുഷികമായ കാര്യങ്ങളും ദൈവികമായ കാര്യങ്ങളും രണ്ടുമുണ്ട്. ഈ രണ്ടിനെയും ഒരു ബാലൻസ് ചെയ്ത് വേണം നമ്മുടെ ജീവിതത്തിന് നമ്മൾ കൊണ്ടുപോകേണ്ടത്. റോമർക്ക് എഴുതിയ 13 വാക്യത്തിൽ 13 അധ്യായത്തിൽ 1 വാക്യത്തിൽ എന്താ പറയുക? ഗവൺമെൻറ്റിന് അധീനമായിട്ട് നിന്നുകൊണ്ട് നീ പ്രവർത്തിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല സമയത്തും ഗവൺമെൻറ് അധികാരികളുടെ ഓർഡറിനെ നമ്മൾ മാനിക്കാറില്ല. അത് അധീനമായിട്ട് നിന്നുകൊണ്ട് നമ്മൾ നിന്നില്ലെങ്കിൽ നമുക്ക് വേണ്ട ശിക്ഷണ നടപടി നമുക്കുണ്ടാവും എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പം ഗവൺമെൻറ്റിനെ നമ്മൾ മാനിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. ഗവൺമെൻറ്റിനെ ഓർഡറിനെ മാനിച്ചില്ലെങ്കിൽ ദൈവം തന്നെ നമുക്ക് ശിക്ഷ തരുമെന്നാണ് അവിടെ പറയപ്പെടുന്നത്. നമ്മൾ പല സമയത്തും ഇതൊക്കെ കാണാറുണ്ട്. നമ്മളൊക്കെ ഗവൺമെൻറ് ഓർഡറിനെ മാനിക്കാറില്ല. രണ്ടാമത്, അപ്പോസ്തല പ്രവൃത്തി 5 അധ്യായം 29 വാക്യത്തിൽ എന്താണ് പറയുന്നത്? യഹോവയെ മുൻനിര നിർത്തിക്കൊണ്ട് നിങ്ങൾ വേണം പ്രവർത്തിക്കേണ്ടതെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഈ ചോദ്യം നമ്മുടെ ദൈവത്തിൻ്റെ ശിഷ്യന്മാരെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് ചോദിക്കപ്പെട്ടപ്പോൾ പത്രസ് അതോടൊപ്പം തന്നെ മറ്റ് ശിഷ്യന്മാർ ഉത്തരം കൊടുക്കുന്ന ഇതാണ്: മനുഷ്യർ തരുന്ന ഓർഡറിനെക്കാട്ടും വലുത് ദൈവം തരുന്ന ഓർഡറിനെയാണ്. അത് ഞങ്ങൾ മാനിക്കാനായിട്ടാണ് ബാധ്യസ്ഥർ. ഞങ്ങളുടെ കർത്തവ്യം അവിടെ അങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം യഹോവയ്ക്കാണ് മുൻനിര കൊടുക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. പുനരുത്ഥാനത്തിനെ പറ്റി ചോദ്യം നമുക്ക് 23 തൊട്ട് 33 വരെയുള്ള വചനത്തിൽ നമ്മൾ നോക്കുന്ന അവിടെ സദൂക്യരെ സംബന്ധിച്ച്, സദൂക്യർ ഒരിക്കലും പുനരുത്ഥാനത്തിനെ വിശ്വസിക്കുന്നില്ല. അവർ ഒരു വലിയ കഠിനമായ ഒരു ചോദ്യം ചോദിക്കുന്നു: ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പുനരുത്ഥാനം വരുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിത്തീരും എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ശാസ്ത്രം ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങൾ അറിയുന്നില്ലേ എന്ന് വെച്ചു. ശാസ്ത്രത്തിനെയും ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങൾ അറിയുന്നില്ലേ? പുനരുത്ഥാനത്തിൽ ലോകര് വീണ്ടും വിവാഹം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. മരിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ
ഉള്ളതല്ല ദൈവം, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് യഹോവ എന്ന് അവിടെ പറയപ്പെടുന്നു. അപ്പം യഹോവയുടെ പ്ലാനിങ്, പദ്ധതികൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനെക്കാട്ടി ഉപരിയായിട്ടുള്ളതാണ്, വളരെ വലുതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. സ്വർഗത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഭൂമിയിലേക്കാട്ട് വ്യത്യസ്തമായ ജീവിതമാണ്. യഹോവ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയുള്ളതാണ് യഹോവ. അപ്പോൾ നമ്മൾ അതാണ് എക്സോഡസ് ആവർത്തന പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്. എക്സോഡസിൽ പറയുന്നു, ഞാൻ അബ്രഹാമിൻ്റെ പിതാവാകുന്നു, ഞാൻ ഇസാഖിൻ്റെ പിതാവാകുന്നു, ഞാൻ യാക്കൂബിൻ്റെ ദൈവമാകുന്നു എന്ന് മൂശയോട് കൽപ്പിക്കുന്നു. അങ്ങനെ മൂശ അവിടെ വെച്ച് യഹോവയെ കാണുന്നു. അങ്ങനെ കാണുമ്പോൾ മൂശയ്ക്ക് കണ്ണു പൊക്കി യഹോവയെ കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രമാത്രം ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ഒരു ദൈവത്തെയാണ് അത് അവിടെ കാണുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യത്തിൽ പുനരുത്ഥാനത്തിൻ്റെ പറ്റി ശരീരം എവിടത്തേക്കാണ് പോകുന്നത് എന്നുള്ളതിനെ വിഷയത്തേക്ക് പറ്റി പറയുന്നത് ഈ പ്രകാരമാണ് നമ്മൾ കാണുന്നത്. 15-ാം അധ്യായത്തിൽ 42 ഇവിടെ പറയുന്നത്, ഈ മരിച്ചവർ ഇന്നയിക്കുന്നത് ശരീരത്തിനെ നഷ്ടപ്പെടുത്തി നമ്മൾ മണ്ണിൽ ചേർത്ത് കഴിയുമ്പോൾ അത് വീണ്ടും ജനിക്കുന്നതെന്ന് പറയുന്നത് ആത്മാവിൽ മാത്രമേ ജനിക്കത്തുള്ളൂ. നമ്മുടെ ശരീരം മണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും ഉണ്ടല്ലോ നവീനീകരിക്കപ്പെടത്തില്ല. അത് വീണ്ടും നമ്മളെ ആത്മാവിൽ ജനിക്കപ്പെടുത്തേ ഉള്ളൂ. അപ്പം അതാണ് അവിടെ പറയുന്നത്. നമ്മൾ ആത്മാവിൽ ജനിക്കുന്നവർ ഒരിക്കലും ശരീരം കൊണ്ട് ജനിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അതായത് നമ്മുടെ പുനരുത്ഥാനം കൊണ്ട് നമുക്ക് ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള ശരീരത്തിനെ നമ്മളെ വർണ്ണനം ചെയ്യുന്നത്, നമ്മൾ നഷ്ടപ്പെട്ട് നശീകരണത്തിലേക്ക് പോകുന്ന നമ്മുടെ ശരീരം, നമ്മുടെ ഉണ്ടല്ലോ അത് ഒരു സ്വർഗീയമായ ഒരു ശരീരമായി മാറുകയാണ് അവിടെ വെച്ച്. അങ്ങനെയാണ്. അതാണ് നമ്മൾ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സ്വർഗീയ ശരീരം നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് അവിടെ വെച്ച്. അങ്ങനെ നിർബലമായ ശരീരം നമ്മൾ കുഴിയിലേക്ക് വയ്ക്കുമ്പോൾ നമുക്ക് സാമർഥ്യമായ ശക്തിയുള്ളതും ആത്മീയമായ ശരീരം നമ്മൾ ഇനി പുനരുത്ഥാനം ചെയ്യുന്നു. നമുക്ക് അവിടെ രോഗങ്ങളില്ല, മരണങ്ങളില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നഷ്ടപ്പെട്ട ശരീരവും നഷ്ടപ്പെടാത്തത് ശരീരമെന്ന് വെച്ച് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ശരീരം മണ്ണിലേക്ക് താക്കപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് നഷ്ടപ്പെടാത്ത ശരീരം നമ്മുടെ ഉയരത്തിലേക്ക് ഉയരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുനരുത്ഥാനത്തിൽ ഒരിക്കലും നമുക്ക് പ്രായമുള്ളവരാകത്തില്ല, അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നില്ല. ഇതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മൾ അപമാനവും മഹിമയും നമ്മൾ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ ലോകത്തെ ജീവിതത്തിൽ നമുക്ക് പല കുറവുകളും അപമാനങ്ങളും കാണും. പക്ഷേ ആത്മീയ ജീവിതത്തിൽ നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുക, അവിടെ ഇതില്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ നിർബലരായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സാമർഥ്യവാനായിട്ടുള്ള ആൾക്കാരോ ആണോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ ശരീരം നമ്മുടെ നിർബലമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അത് മണ്ണിലേക്ക് പോകുന്നത്. അതേസമയം പുനരുത്ഥാനത്തിൽ കൂടി നമ്മുടെ ആത്മാവ് നമ്മൾ ജീവിക്കുമ്പോൾ അത് സാമർഥ്യമുള്ള ഒരു ശരീരമായി മാറുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. പ്രാകൃതികമായിട്ടുള്ള ശരീരവും അതേസമയം ആത്മീയമായ ശരീരമാണോ, ഇതിനെപ്പറ്റി ചിന്തിക്കുക. നാച്ചുറലും ഫിസിക്കലുമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രാകൃതികമായിട്ടുള്ള ശരീരം നമ്മൾ മണ്ണിലേക്ക് ഇടുന്നു. അതേസമയം ആത്മീയ ശരീരം നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് കാണുന്ന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ആത്മാവ് നമ്മളെ കൂടിയാണ് യഹോവ വീണ്ടും നവീനീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ മുഖ്യമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ കാണുമ്പോൾ ബുദ്ധിയും സത്യത്തിൻ്റെയും പറ്റിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്വർഗീയമായ ജീവൻ ഭൂമിയിലായിട്ട് വളരെ വ്യത്യസ്തമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. യഹോവ ജീവിച്ചിരിക്കുന്നവരുടെ യഹോവയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒത്തിരിയും കഠിനമായ ചോദ്യങ്ങൾ ഇപ്പം നമുക്കിവിടെ
നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനോട് ചോദിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പല കാണുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ യഹോവയെ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആ കഠിന ഉത്തരം കൊടുക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരു കൊച്ചിനെ ഉണ്ടല്ലോ, പരീക്ഷയിൽ വന്നപ്പോൾ ഒത്തിരി കഠിനമായ ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പം പരീക്ഷ എഴുതാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം പിന്നെ ആ കൊച്ച് ടീച്ചറിന് പഠിപ്പിച്ചതെല്ലാം ഓർത്തിരുന്നു. അതുകൊണ്ട് ആ കൊച്ചിന് പരീക്ഷ എഴുതാൻ പറ്റി. അങ്ങനെ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മളെ പഠിപ്പിക്കുന്ന നമ്മുടെ യേശു ക്രിസ്തു എന്താണ് പഠിപ്പിക്കുന്നത് അതെല്ലാം ഓർത്തിരുന്നിട്ട് നമ്മൾ അതിന് ഉത്തരം കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇത് പ്രകാരമാണ്. ബുദ്ധിയും സത്യവും അനന്ത ജീവനും ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ബുദ്ധി വേണം, സത്യം വേണം, എറ്റർണൽ ലൈഫ് വേണം നമുക്ക്. മുഖ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ യഹോവയ്ക്ക് നമ്മൾ പ്രാഥമികത കൊടുക്കണം, എപ്പോഴും മുൻഗണന കൊടുക്കണം. ജീവൻ നമ്മുടെ സന്തുലിതമായിട്ട് ഉള്ള ജീവനായിരിക്കണം. എല്ലാ ലൗകിക ജീവിതവും ആത്മീയ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ബാലൻസ് വേണം എപ്പോഴും. അങ്ങനെ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. യഹോവയെ ശക്തിയെ മേൽ നമുക്ക് എപ്പോഴും വിശ്വാസം ഉണ്ടായിരിക്കണം. ഇറ്റർണൽ ലൈഫിന് വേണ്ടി നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം. ഇതാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. ഈ ഉപവാസകാലത്ത് നമുക്ക് പഠിക്കേണ്ടത്, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഞാൻ യഹോവയെ ഏറ്റവും വലിയവനായി ഏറ്റവും ഉന്നതനായിട്ട് നമ്മൾ കരുതാറുണ്ടോ എന്ന് നമ്മൾ ആ ചോദ്യം നമ്മുടെ മനസ്സിൽ ഉന്നയിക്കണം. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മളത് യഹോവയെ നമ്മൾ മുൻകരയിൽ നിർത്തിക്കൊണ്ട് നമ്മൾ യഹോവയെ വലിയതായിട്ട് നമ്മൾ ചിത്രീകരിക്കുകയും മനസ്സിലാക്കുകയും നമ്മൾ വിശ്വസിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ ലൗകിക ജീവിതവും ആത്മീയപര ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബാലൻസ് ചെയ്ത് നമ്മൾ പോയില്ലെങ്കിൽ ആ ജീവിതം നമ്മളെ നഷ്ടപ്പെട്ടു പോകും. അതോടൊപ്പം തന്നെ ഇറ്റർണൽ ലൈഫ് വേണ്ടി നമ്മൾ തയ്യാറായിരുന്നോണം. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രകാരമാണ്. ദൈവമേ, എനിക്ക് നല്ല ബുദ്ധി തരണമേ. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മൾ ദൈവത്തെ സർവ്വോപരിയാക്കി വെച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ശക്തി തരണമേ. അതോടൊപ്പം തന്നെ എനിക്ക് ഇറ്റർണൽ ലൈഫിന് വേണ്ടി എന്നെ തയ്യാറാക്കി എടുക്കണമേ. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ശരിയായ മാർഗ്ഗത്തിൽ കൂടെ നടക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് നമ്മൾ പറയും. ഈ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 15-33 വരെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണുക? യഹോവയുടെ ഉന്നത സ്ഥാനത്തിൽ നമുക്ക് ഇരിക്കാൻ നമ്മൾ സ്ഥാനം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അത് കഠിനമായ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ സത്യത്തിൻ്റെ മാർഗ്ഗത്തിൽ കൂടെ നിൽക്കാൻ നമ്മൾ പഠിക്കണം. യഹോവ നമ്മുടെ ജീവനുള്ള വ്യക്തികളുടെ യഹോവയാകുന്നു നമ്മൾ വിശ്വസിക്കുക. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഈ കലീശയിൽ നമ്മൾ ഇതിനെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും ഈ വചനം നമുക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.